നമസ്കാരം. നിങ്ങൾ മനസ്സിൽ നടക്കേണ്ട ഒരു കാര്യം മനസ്സിൽ കരുതിയിട്ട് ഈ കാണുന്ന ഫോട്ടോ സ്റ്റിൽ ചെയ്ത് നിർത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അത് ജോലിയെ സംബന്ധിച്ചാവാം, അതല്ലെങ്കിൽ സാമ്പത്തിക വിഷയം, കുടുംബത്തിലുള്ള പ്രശ്നം, സ്നേഹിക്കുന്ന വ്യക്തിയുമായുള്ള വിഷയങ്ങൾ, അങ്ങനെ എന്തുമാവാം. നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ഒരു കാര്യത്തെ നടത്തിയെടുക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ പല കാര്യങ്ങളും ചെയ്തിട്ട് നടക്കാത്ത ആളുകളുണ്ടാവും. അത് മനസ്സിന് കോൺസെൻട്രേഷൻ ഇല്ലാതെ അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് അത് നടന്നു കിട്ടാത്തത്. അങ്ങനത്തെ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ആ കാര്യം സാധിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതിൽ പറയുന്ന പോലെ നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ, എത്ര വലിയ കാര്യമാണെങ്കിലും നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. ഇപ്പം ഇതിൽ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ ആ ഫസ്റ്റിൽ കാണിച്ച ആ ഒരു ഫോട്ടോ, അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്ക് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ ആ ഫോട്ടോയിലേക്ക്, അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻറ്റിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് എന്താണോ സാധിച്ചു കിട്ടേണ്ട വിഷയം അത് നടന്നു കിട്ടിയതായിട്ടും അത് കിട്ടിക്കഴിഞ്ഞാലുണ്ടാവുന്ന സന്തോഷത്തെക്കുറിച്ചും നമ്മൾ മനസ്സിൽ കാണുക എന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് നേടി എടുത്തു കഴിഞ്ഞാൽ നമ്മളത് എന്തെല്ലാം ചെയ്യും, അത് പരമായിട്ട് നമ്മൾ ആരോടൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ ആഘോഷങ്ങൾ നടത്തും, അതല്ലെങ്കിൽ എത്രത്തോളം സന്തോഷമായിരിക്കും, അതൊക്കെ നമുക്ക് ആ ഒരു 10 മിനിറ്റ് നമ്മളതിൽ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യണം. നമ്മളത് നേടിയെടുത്തതായിട്ടുള്ള ഫീലും അത് കിട്ടിയതായിട്ടുള്ള സന്തോഷവും നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കണം. അപ്പോഴാണ് നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നത്. ഇതിലേക്ക് ശ്രദ്ധിച്ച്, ആ ഒരു പോയിന്റിലേക്ക് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഒരിക്കലും മറ്റ് ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൂർണ്ണമായിട്ടും അതിൻ്റെ ആ സെൻറ്ററിൽ കാണുന്ന ആ ഒരു പോയിന്റിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമുക്കത് ലഭിച്ചതായിട്ടും നേടി എടുത്തതായിട്ടും വേണം നമ്മൾ ചിന്തിക്കാൻ. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് അത് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അത് ചില ആളുകൾക്ക് ഒരു 7 ദിവസമൊക്കെ ചെയ്യേണ്ടി വരും. അത് കൂടുതൽ കോൺസെൻട്രേഷൻ കുറവുള്ള ആളുകളാണെങ്കിൽ ഒരു 21 ദിവസം വരെയൊക്കെ നമ്മളത് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയമാണെങ്കിൽ പോലും, എത്ര വലിയ വിഷയമാണെങ്കിൽ പോലും, നിങ്ങൾക്ക് ആ ഒരു കാര്യം ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടും. വലിയ വലിയ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു കാര്യം കിട്ടാൻ ചിലപ്പോൾ ഒരാഴ്ച പിടിക്കുന്ന കാര്യങ്ങളുണ്ടാവും, ഇല്ല ഒരു മാസം പിടിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഒരാഴ്ചയൊക്കെ ഇത് നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അന്നത്തെ ദിവസം തന്നെ അതിൻ്റെ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ അത്രയും കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇത് ചെയ്യേണ്ടത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. നമ്മൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടി ചെയ്യുന്നോ ആ വിശ്വാസത്തിനനുസരിച്ചായിരിക്കും നമ്മൾക്ക് ആ കാര്യം ലഭിക്കുന്നത്. ഇത് ചെയ്ത് നോക്കാം, നമുക്കത് നടക്കുമോ നോക്കാം, കിട്ടിയാൽ ഭാഗ്യം എന്നുള്ള രീതിയിൽ നമ്മളതിനെ ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം നമ്മളതൊന്ന് സ്റ്റില്ല് ചെയ്ത് വെച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് നോക്കി, എന്നിട്ടൊന്നും നടക്കുന്നില്ലല്ലോ, അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ശരിക്കും ആ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വയ്ക്കുക. ആ ഫസ്റ്റിൽ കാണിച്ച ആ ഒരു ഫോട്ടോ വരുന്നത് സ്ക്രീൻഷോട്ടായി എടുത്ത് വെച്ച് നമ്മളത് കൃത്യമായിട്ട് രാവിലെ അതിന് വേണ്ടി ഇരിക്കണം. ഒരു 10 മിനിറ്റ് പൂർണ്ണ വിശ്വാസത്തോടു കൂടി അതിന് വേണ്ടി നമ്മൾ ഇരുന്നിട്ട് വേണം അത് ചെയ്യാൻ. അന്നേരം ആ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഫോട്ടോ നമ്മൾ കറക്റ്റാക്കി വെച്ച് അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ആ പോയിന്റിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മളതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനോ മനസ്സോ കണ്ണോ നമ്മുടെ മാറിപ്പോവാൻ ഇടവരരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യത്തിനും നമുക്ക് ചെയ്യാവുന്നതാണ്. ചെറിയ കാര്യങ്ങളെന്ന് മാത്രമല്ല, എത്ര വലിയ കാര്യത്തിനും ചെയ്യാം. പക്ഷെ എത്ര വലിയ കാര്യത്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടി വരും. അത് ആ കാര്യത്തിൻ്റെ ആ വലിപ്പത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾക്കത് സാധിച്ചു കിട്ടുക.
ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വിഷയം, എന്ത് വിഷമം വന്നാലും കുറച്ച് ചെറിയൊരു സാമ്പത്തിക ഒരു 2000 ഒരു 5000 രൂപയുടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ആഴ്ച ഒരു 5000 വേണം, അല്ലെങ്കിൽ 10000 വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതല്ലാതെ ഒരിക്കലും എന്ത് കാര്യത്തിനും വിശ്വാസമാണ് മുഖ്യമായി മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പരീക്ഷിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. വീടായിക്കോട്ടെ, പണമായിക്കോട്ടെ, ജോലിപരമായ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധങ്ങൾ, പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് അവനവൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങളാണെങ്കിലും വലിയ ആവശ്യങ്ങളാണെങ്കിലും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി കൂടുതലായിട്ട് വല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ, നടക്കേണ്ട കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് നടന്നു കിട്ടാത്ത പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. എന്ത് ചെയ്തിട്ടും നടന്നു കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാൻ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിട്ട് നിങ്ങൾക്കത് ചെയ്തിട്ട് നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.